കഴിഞ്ഞ ദിവസം രാമനാട്ടുകരയിൽ സർവീസ് നടത്തുന്ന ഒരു ഓട്ടോറിക്ഷ പുല്ലുംകുന്നിൽ വെച്ച് തടഞ്ഞ സംഭവത്തിൽ ഫറോക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ചർച്ചയിൽ രാമനാട്ടുകരയിൽ ഇനി സമാന്തര സർവീസ് നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലെത്തി. ഫറോക്ക് പോലീസ് പ്രിൻസിപ്പൽ SI ശ്രീ അനൂപ് സാറും രാമനാട്ടുകരയിലെ ഓട്ടോ കോർഡിനേഷൻ പ്രതിനിധികളുമായി നടന്ന ചർച്ചയിലാണ് ധാരണയായത്. പുല്ലുംകുന്ന് വെച്ച് ഓട്ടോറിക്ഷ തടഞ്ഞ് പ്രകോപനമുണ്ടാക്കിയ എയ്സിൻ്റെ ഡ്രൈവർ ഓട്ടോറിക്ഷ ഡ്രൈവർ ശ്രീ രാഹുലിനോട് മാപ്പ് പറഞ്ഞ് വിഷയം അവസാനിപ്പിച്ചു. രാമനാട്ടുകരയിൽ ഇനിമേൽ അനധികൃതമായി എയ്സോ ജീപ്പോ സമാന്തര സർവീസ് നടത്തുന്ന പക്ഷം വാഹനം പിടിച്ചെടുത്ത് കോടതിയിൽ കൊടുക്കുന്ന നിലപാട് സ്വീകരിക്കുമെന്ന് സമാന്തര സർവീസ് നടത്തുന്ന എയ്സിൻ്റെ ഡ്രൈവറോട് ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടർ പറഞ്ഞു. അതിനുശേഷം രാമനാട്ടുകര ഓട്ടോ കോർഡിനേഷൻ അംഗങ്ങൾ RTO ഓഫീസിൽ പരാതി നൽകി. രാമനാട്ടുകരയിൽ സമാന്തര സർവീസ് നടത്തുന്നത് തടയണമെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ശരത് സാറിനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സമാന്തര സർവീസ് നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ ഒരു പരാതിയും വാഹനത്തിൻ്റെ നമ്പർ RTO ഓഫീസിൽ നൽകുവാനും ശ്രീ ശരത് സാർ നിർദ്ദേശിച്ചു. രാമനാട്ടുകരയിലെ 5 ട്രേഡ് യൂണിയനിൽപ്പെട്ട നിരവധി ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഫറോക്ക് പോലീസ് സ്റ്റേഷനിലും RTO ഓഫീസിലും എത്തിയിരുന്നു. RTO ഓഫീസ് പരിസരത്ത് നടന്ന യോഗത്തിൽ രാമനാട്ടുകര ഓട്ടോ കോർഡിനേഷൻ ചെയർമാൻ ശ്രീ ഉമ്മർ ബാബു, കൺവീനർ ശ്രീ റഷീദ് പുത്തുപ്പാടം, ട്രഷറർ ശ്രീ പ്രസന്നൻ പ്രണവം, STU പ്രതിനിധി ഷഫീഖ് രാമനാട്ടുകര, INTUCക്ക് വേണ്ടി ശ്രീ അനീഷ്, SDTUവിന് വേണ്ടി ശ്രീ അസീസ് എന്നിവർ സംസാരിച്ചു.